ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയാണ്. ഈ സഹീഹുൽ ബുഖാരിയിൽ സിഹറുമായി ബന്ധപ്പെട്ട് എത്ര അധ്യായങ്ങളാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. ഇതേപോലെ മന്ത്രവുമായി ബന്ധപ്പെട്ട് എത്ര അധ്യായങ്ങളാണ് ഇമാം ബുഖാരി കൊണ്ടുവന്നത്. ഹദീസുകളൊക്കെ ഇപ്പൊ ഇവിടെ വായിച്ച് പറയണമെങ്കിൽ സമയം ഒരു നിലക്കും നിങ്ങൾക്കും എനിക്കും മതിയാവുകയില്ല. അതുകൊണ്ട് അധ്യായങ്ങൾ മാത്രം വായിച്ച് ഞാൻ പോവുകയാണ്. എന്തിന്? മനസ്സിലാക്കുന്നവർക്ക് സഹീഹുൽ ബുഖാരി മാ ശക്ക ഫീ ഫദ്ലിൽ ബുഖാരി മുസ്ലിമു, ഒരു മുസ്ലിമിനും ബുഖാരിയുടെ ബഹുമാനത്തിൽ സംശയമില്ല. ഇനി ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അത് അക്കൂട്ടത്തിലല്ല എന്ന് മനസ്സിലാക്കല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? മാ ശക്ക ഫീ ഫദ്ലിൽ ബുഖാരി മുസ്ലിമു, അത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇരിക്കട്ടെ, മഹാനായ ഇമാം ബുഖാരിയുടെ ഒരധ്യായം, അതെ, ബാബുർ റുഖാ ബിൽ ഖുർആനി വൽ മുഅവ്വിദാത്ത്, ഖുർആൻ കൊണ്ട് മന്ത്രിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇവിടെ പ്രസംഗത്തിൽ മന്ത്രം ശിർക്കാണ് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ബുഖാരിയിലെ അധ്യായം ബാബുർ റുഖാ ബിൽ ഖുർആനി വൽ മുഅവ്വിദാത്ത്, അതുപോലെ കാവലിന് തേടാനുള്ള വിഷയങ്ങളെ കൊണ്ടുള്ള മന്ത്രത്തിൽ പറയുന്ന അധ്യായം. നബിതങ്ങൾ പറയാണ്, നബിതങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന യൻഫുതു അലാ നഫ്സിഹി ഫിൽ മർദി അല്ലതി മാത ഫീഹി ബിൽ മുഅവ്വിദാത്ത്. നബിതങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അങ്ങനെയുള്ള സൂറത്തുകൾ ഓതി അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ചുള്ള രോഗത്തിൽ സ്വന്തം ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു. നബിതങ്ങൾക്ക് അതിന് സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനത് ഓതിയിട്ട് ഊതിക്കൊടുക്കാറുണ്ടായിരുന്നു. കുന്തു അംഫിദു അൻഹു ബിഹിന്ന വഅസ്മഹു ബിയദിഹി നഫ്സിഹി ലിബറകതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബറക്കത്ത് ലഭിക്കാൻ അവിടുത്തെ കൈകൊണ്ട് തന്നെ ഞാൻ തടയി കൊടുക്കുകയും ചെയ്തിരുന്നു. ബറക്കത്തുണ്ട്, മന്ത്രിക്കലുണ്ട്, ഊതലുണ്ട്. അടുത്ത ബാബ് ബാബുർ റുഖാ ബി ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതിയിട്ടുള്ള മന്ത്രത്തിൽ പറയുന്ന ബാബ്. അടുത്ത അധ്യായം ബാബു ശുറൂതി ഫി റുഖിയ്യതി ബി ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതി മന്ത്രിക്കുമ്പോൾ ഇന്നത് തരണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് മന്ത്രിക്കുന്നതിൽ പറയുന്ന അധ്യായം. അതിൽ അങ്ങനെ സഹാബത്ത് നിശ്ചയിച്ച് വാങ്ങിയ ഹദീസാണ് പറയുന്നത്. ബാബു റുഖിയ്യത്തിൽ ഐൻ, അടുത്ത അധ്യായം കണ്ണേറിന് മന്ത്രിക്കുന്നതിൽ പറയുന്ന അധ്യായം. അമറനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അമറ അൻ യുസ്തർഖാ മിനൽ ഐൻ, കണ്ണേറിന് മന്ത്രിക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചു എന്നാണ് ഹദീസ്. ഇനിയും കാണാം അതിൽ തന്നെ വേറെയും ഹദീസുകളുണ്ട്, ചുരുക്കി പറയാണ് ഞാൻ. അടുത്ത ബാബ് ബാബു അൽ ഐനു ഹഖ്, കണ്ണേർ സത്യമാണെന്ന് പറയുന്ന അധ്യായം. ഇനി അടുത്ത അധ്യായം ബാബു റുഖിയ്യത്തിൽ ഹയ്യതി വൽ അഖറബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പ്, തേള് തുടങ്ങിയതിന്റെ വിഷം നീങ്ങാൻ വേണ്ടി ഹദീസിൽ കാണാം. സഅൽതു ആയിഷ അനി റുഖിയ്യതി മിനൽ ഹുമ, വിഷത്തിൽ നിന്ന് മന്ത്രിക്കുന്നതിനെ കുറിച്ച് ആയിഷ ബിയോട് ഞാൻ ചോദിച്ചു. ഫഖാലത് റഖസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ്യത മിൻ കുല്ലി ദീ ഹുമ, വിഷമുള്ള എല്ലാ വസ്തുവിൽ നിന്നും മന്ത്രിക്കാൻ നബി തങ്ങൾ അനുവദിച്ചു. ഇനി അടുത്ത അധ്യായം ബാബു റുഖിയ്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മന്ത്രത്തിൽ പറയുന്ന അധ്യായം. സുഹൃത്തുക്കളെ, അതിലെ അധ്യായത്തിൽ എന്താ ഉള്ളത്? അതെ, ഇസ്തഖൈതു ഫഖാല അനസ് അലാ അർഖീക ബിറുഖിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി മന്ത്രിച്ച മന്ത്രം ഞാൻ മന്ത്രിക്കട്ടെയോ? قال بلى قال اللهم رب الناس مذهب الباس يشفي أنت شافي لا شافي إلا أنت شفاء لا يغادر سقما. ഇത് തന്നെ അടുത്ത ഹദീസിൽ നമുക്ക് കാണാം. اللهم رب الناس اذهب الباس واشفه وأنت شافي لا شفاء إلا شفاءك شفاء لا يغادر سقما. അതേപോലെ അടുത്ത ഹദീസിൽ കാണാം അതേ ഇതേ അർത്ഥത്തിൽ തന്നെയുള്ള മന്ത്രങ്ങൾ. അതിലൊന്നിൽ നമുക്ക് കാണാം അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലിൽ മരീദ്, രോഗിയെ സന്ദർശിക്കുമ്പോൾ നബി തങ്ങൾ മന്ത്രിക്കുമായിരുന്നു ബിസ്മില്ലാഹ്, അള്ളാഹിന്റെ പേര് കൊണ്ട്, ഇസ്മു കൊണ്ടുള്ള മന്ത്രം. ബിസ്മില്ലാഹ് തുർബത്തു അർളിനാ വരീഖത്തു ബഅദിനാ യസ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അതേ രോഗം സുഖപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കുന്നു.
ഇനി അടുത്ത അധ്യായം ബാബുൻ നഫ്സി ഫിർ റുഖിയ്യ, മന്ത്രിച്ചു ഊതുന്നതിൽ പറയുന്ന അധ്യായം. ഇങ്ങനെ തുടങ്ങി ബാബു മസ്ഹിർ റാഖിൽ വജഅ ബിയദിഹിൽ യുംന, വലത്തേ കൈ കൊണ്ട് തടകി മന്ത്രിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇനി അടുത്ത അധ്യായം ബാബുൻ അൽ മർഅതു തർഖിർ റജുൽ, ഭാര്യ ഭർത്താവിനെ മന്ത്രിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇങ്ങനെ എത്ര അധ്യായങ്ങളിൽ എത്ര ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ, അതേ ഇന്നർ റുഖാവത്തി വലത വതമാഇമ ശിർക്ക് എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണി വായിച്ചില്ലേ? ഹദീസ് വായിച്ചിട്ട് മന്ത്രം ശിർക്കാണ് എന്ന് പറഞ്ഞില്ലേ? മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുന്ന ദജ്ജാലുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. വാസ്തവത്തിൽ ഇത് കബളിപ്പിക്കലല്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരവിടെ ഉദ്ധരിച്ചതിന്റെ അർത്ഥം എന്താണ്? അത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ് ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളുകയും ചെയ്യുക എന്നത്. ചില ഹദീസുകൾ തള്ളുന്നു, അവർക്കിഷ്ടപ്പെട്ടത് സ്വീകരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ തങ്ങൾ പറയാണ്, കുന്നാ നർഖി ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മന്ത്രിക്കുന്നവരാണ്. ഞങ്ങൾ നബിയോട് ചോദിച്ചു, കൈഫ തറാ ഫീ ദാലിക്, ഓ നബിയെ മന്ത്രിക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ മന്ത്രമെന്ന് എനിക്ക് കേൾപ്പിക്കൂ. അതേ, മന്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൽ ശിർക്ക് വരുന്ന വാചകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും വിഗ്രഹത്തെ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ ശൈത്താനിനെ സ്വാധീനിക്കുന്നതോ അങ്ങനെയുള്ള വാചകങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ മന്ത്രത്തിനൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, ഈ മന്ത്രം അതേ ജാഹിലിയ്യത്തിലുള്ള മന്ത്രം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നേരത്തെ തന്നെ മന്ത്രിക്കുന്ന മന്ത്രമാണല്ലോ അത്. അങ്ങനെ മന്ത്രം ശിർക്കില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾ കാണാം, ബാബു തിബ്ബി വൽ മർളി വർ റുഖാ, സഹീഹ് മുസ്ലിമിലെ അധ്യായമാണ്. അവിടെ കാണാം, ഇന്ന ജിബ്രീല റഖൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ മന്ത്രിച്ചു. അപ്പൊ ജിബ്രീലും ശിർക്ക് ചെയ്തു, റസൂലുള്ളാഹിയും ശിർക്ക് ചെയ്തു, ആയിഷ ബീവിയും ശിർക്ക് ചെയ്തു, എല്ലാവരും ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്യാത്തവരാര്? നമ്മളെ ഈ പാവം കുറച്ച് മുജാഹിദുകൾ. ഇനി അവിടെ നിങ്ങൾക്ക് കാണാം, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അൽ മുആദ് ബിഹാ, പാടില്ല എന്ന് പറഞ്ഞ മന്ത്രം ഏതാണ്? അർറുഖല്ലതി ഹിയ മിൻ കലാമിൽ കുഫാർ, അവിശ്വാസികളായ അതേ ജ്യോത്സ്യന്മാരും അതുപോലെ പൂജാരിമാരുമൊക്കെ നടത്തുന്ന ചില ജപങ്ങളുണ്ട്. ആ ജപങ്ങളാണ് പാടില്ലെന്ന് പറഞ്ഞത്. വറുഖൽ മജ്ഹൂല വല്ലതി ബിഗൈരിൽ അറബിയ്യ വമാ ലാ യുറഫു മാനാഹാ, അർത്ഥമറിയാത്ത, അറബിയല്ലാത്ത ഭാഷയിലുള്ള അർത്ഥമറിയാത്ത, അതേപോലെ എന്താ പറയുന്നതെന്നറിയാത്ത അവരിൽ നിന്നും മറ്റും വന്ന ചില ജപങ്ങളുണ്ട്, അതാണ് പാടില്ലെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ആ ജപിക്കുന്നത് കുഫറാകാം, ഔ ഖരീബുൻ മിൻഹു, അല്ലെങ്കിൽ അതിനോട് അടുത്താകാം, ഔ മക്റൂഹുൻ, അല്ലെങ്കിൽ വെറുക്കപ്പെട്ട വാചകമാകാം. അപ്പോൾ ഖുർആനിലെ ആയത്ത് കൊണ്ടുള്ള മന്ത്രം, വബിൽ അദ്കാരിൽ മഅറൂഫത്തി, അറിയപ്പെട്ട ദിക്ർ ചൊല്ലിയുള്ള മന്ത്രം, ഫലാ നഹിയ ഫീഹി, അതിലൊരു വിരോധവും വന്നിട്ടില്ല. ബൽ ഹുവ സുന്നത്തുൻ, അത് നബി തങ്ങളുടെ സുന്നത്താണ്. ഈ സുന്നത്തിനെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്, അല്ലേ? പണ്ഡിതന്മാര് മന്ത്രിക്കുന്ന മന്ത്രം, സാലിഹീങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രം, അതെങ്ങനെ ശിർക്കാകുന്നത്? സുഹൃത്തുക്കളെ, ശറഹ് മുസ്ലിം ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു. അത് തന്നെ ഫത്ഹുൽ ബാരിയിലും നമുക്ക് കാണാം. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു ഹജർ നിങ്ങൾ പറയാൻ. ഇനി നിങ്ങൾക്ക് കേൾക്കളോ, ഇജ്മാഇനെതിരായി, മുസ്ലിം ലോകം പഠിപ്പിച്ചതിനെതിരായി പറയുന്നവർക്കാണ് ബിദ്അത്തുകാരെന്ന് പറയുന്നത്. വഖദ് അജ്മഅൽ ഉലമാഉ, സർവ്വ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു, അലാ ജവാസിർ റുഖ്യൻ ഇജ്തിമാഇ സലാത്തി ശുറൂത്തിൻ, 3 നിബന്ധനയോടുകൂടെ മന്ത്രിക്കൽ. അതെന്താണ്? യകൂന ബികലാമില്ല, ഒന്ന് ഖുർആൻ കൊണ്ടാവുക, ഔ ബി അസ്മാഇഹി. ചിലർ പറഞ്ഞില്ലേ അസ്മാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാൽ പണ്ഡിതന്മാര് പറയാണ് അസ്മാ കൊണ്ടുള്ള മന്ത്രം. സുബ്ഹാനല്ലാഹ്, രോഗിക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അതേ, രോഗമുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് ബിസ്മില്ലാ 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 അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ, ഇങ്ങനെ മന്ത്രിക്കാൻ പറഞ്ഞു കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ പേര് കൊണ്ടുള്ള മന്ത്രം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? അതാണോ ശിർക്കാണെന്ന് പറയുന്നത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ ഈ ശിർക്ക് പഠിപ്പിക്കുകയാണോ ഇവർ? മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം.
ഇവിടെ പണ്ഡിതന്മാര് പറയാണ് വസിഫാത്തിഹി, അല്ലാഹുവിന്റെ സിഫത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള മന്ത്രം. വബില്ലിസാനിൽ അറബി, അറബി ഭാഷയിലുള്ള മന്ത്രം. അബിമാ യുറഫു മഅനാഹു മിൻ ഗൈരിഹി, വേറെ ഭാഷയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അർത്ഥം അറിയണം. വഅൻ യഅ്തഖിദ, അതോടുകൂടി അവൻ വിശ്വസിക്കണം. അന്ന റുഖിയ്യത ലാ തുഅസ്സിറു ബിദാതിഹാ ബൽ ബിദാതില്ലാഹി തആല, മന്ത്രം സ്വന്തത്തിൽ മന്ത്രം ഒന്നും ചെയ്യൂല. അത് മുസ്ലിമീങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ലേ. എല്ലാ വിഷയത്തിലും സ്വന്തത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു തആല കഴിവ് തരാതെ, അവൻ ഉദ്ദേശിക്കാതെ, അവൻ പടച്ചു തരാതെ എനിക്ക് പ്രസംഗിക്കാൻ പോലും കഴിയില്ല. ആകയാൽ സ്വന്തത്തിൽ, ഇത് മരുന്നും അങ്ങനെ തന്നെയല്ലേ, മരുന്നിന് സ്വന്തത്തിൽ എന്താ ചെയ്യാൻ കഴിയോ? അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ വല്ലതും ചെയ്യാൻ കഴിയോ? ആർക്കും ചെയ്യാൻ കഴിയില്ല. ആകയാൽ ഈ നിലക്ക് ആ വിശ്വാസത്തോടു കൂടിയുള്ള മന്ത്രം ആലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെ നിഷേധിക്കുന്നവർ അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. ഇനി ഇത് ഞാനും പറഞ്ഞതൊക്കെ ഇമാമിങ്ങളുടെ കിതാബാണ്. ഇനി ഞാൻ പറയട്ടെ, ഇബ്നു ബാസ് എന്താ പറഞ്ഞത്? ഇവിടെ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി പരിചയപ്പെടുന്ന ഇബ്നു ബാസ്, ലാ ബഅസ ബിർറുഖിയ്യതി അലാ ഹാദിഹി സിഫ ഫഇന്നൽ ഖുർആന ശിഫാഉൻ കമാ വസഫഹു അല്ലാഹു തആല ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. ഖുർആൻ ശിഫയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനെ കൊണ്ട് മന്ത്രിക്കുന്നത് ശിഫക്ക് കാരണമാണ്, ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് രോഗമുള്ള സ്ഥലത്ത് കൈവെക്കുന്നതിനും ഒരു കുഴപ്പമില്ല, ഊതുന്നതിനും കുഴപ്പമില്ല, തടകുന്നതിനും കുഴപ്പമില്ല. ആരെന്നുള്ളതൊക്കെ വിഷയം കേട്ടോ. അന്യപെണ്ണിനൊന്നും പോയി തടകിയേക്കരുത്. മറിച്ച് അത് ഓരോന്നിന്റെയും നിയമം ആ നിയമങ്ങളിൽ വരുമല്ലോ. ഇനിയോ കമാ അന്നഹു യജൂസുൽ ഖിറാഅത്തു സുമ്മ അൻ-നഫ്സു ബഅദഹാ, ഓതിയിട്ട് ഊതുന്നതിനും കുഴപ്പമില്ല. അലൽ ബദനി കുല്ലി, ശരീരം മുഴുവൻ ഊതാം. വലാ മൗദിൽ അലമി, വേദനയുള്ള സ്ഥലത്തും ഊതാം. ലിൽ അഹാദീസിൽ മദ്കൂറതി, അതിനൊക്കെ തെളിവുകൾ ഹദീസുകളാണ്. സുബ്ഹാനല്ലാഹ്. വൽ മസ്ഹു വൻ യൻഫുസ് അലൽ ജസദിൽ മുതഅല്ലിമി ബഅദ അദ്ദുആഇ വൽ ഖിറാഅ, പ്രാർത്ഥന നടത്തിയിട്ടോ ഖുർആൻ ഓതിയിട്ടോ കൈ നടത്തിക്കൊണ്ട് ഊതൽ. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അതുകൊണ്ട് ശിഫ ലഭിക്കും. ഇങ്ങനെ ലോകത്തുള്ള എല്ലാവരും പറയുമ്പോ കേരളത്തിലുള്ള കുറച്ചാളുകൾക്ക് മന്ത്രം ശിർക്ക്. ഇനി മറ്റൊരു കാര്യം കൂടി